വേനൽ ചൂടിന്റെ രൂക്ഷതയിൽ ദാഹജലത്തിനായി കേഴുന്നവർക്ക് സൗജന്യമായി കുടിവെള്ളം എത്തിച്ചു നൽകി മധ്യവയസ്കന്റെ സേവനം മാതൃകയാകുന്നു. പന്തലൂർ മില്ലുംപടിയിലെ തച്ചങ്കോടൻ സുലൈമാനാണ് ദിനംപ്രതി 200-ൽ പരം കുടുംബങ്ങൾക്ക് സൗജന്യമായി കുടിവെള്ളം എത്തിച്ചു നൽകുന്നത്. 15 വർഷത്തിലേറെയായി ഈ സൽക്കർമ്മം സുലൈമാന്റെ ജീവിതചര്യയായി മാറിയിരിക്കുകയാണിപ്പോൾ. മരംകയറ്റ് തൊഴിലാളിയായ സുലൈമാന് സ്വന്തമായി ഒരു കിണറില്ല. എന്നാൽ തന്റെ ഗുഡ്സ് ഓട്ടോയിൽ കൊണ്ടുവരുന്ന സൗജന്യ വെള്ളത്തിനായി കാത്തിരിക്കുന്നത് 200-ലേറെ കുടുംബങ്ങൾ. 15 വർഷത്തിലേറെയായി സുലൈമാൻ വെള്ളം വിതരണം തുടങ്ങിയിട്ട്. ആദ്യ വർഷങ്ങളിൽ തന്റെ അയൽപ്പക്കത്തിൽ മാത്രമായിരുന്നു ജലവിതരണം. കഴിഞ്ഞ വർഷം 100-ലേറെ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു. എന്നാൽ ഇത്തവണ കനത്ത വേനലിൽ 200 കുടുംബങ്ങൾക്കാണ് സുലൈമാൻ ദിനംപ്രതി കുടിവെള്ളം എത്തിച്ചു നൽകുന്നത്. വെള്ളം കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾക്ക് വലിയ കാര്യമാണ് കേട്ടത്. അതാ വെള്ളമായിട്ട് നിൽക്കുന്നത്. കുടം വെള്ളമായിട്ട് കുടിക്കാൻ വെള്ളമില്ല ഞങ്ങൾക്ക്. ഈ കുന്നുമലയില്ല. സ്വന്തമായി കിണറില്ലാത്ത സുലൈമാൻ പണം കൊടുത്താണ് വിതരണത്തിന് ആവശ്യമായ വെള്ളം ശേഖരിക്കുന്നത്. കടമ്പോട് മുതൽ ചിറ്റത്തുപാറ വരെയുള്ള മെയിൻ റോഡിന്റെ വശങ്ങളിലെ വീടുകളിലും പുളിക്കൽ പെറ്റമ്മൽ കോളനി, കടമ്പോട് ഒടിവങ്കുന്ന് കോളനി എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. അവരൊക്കെ കുട്ടികളാവുമ്പോൾ തന്നെ നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് വലിയ വണ്ടിയായിരുന്നു, ഇത്രയും ക്ഷാമമില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെ നമ്മൾ കൊടുക്കുകയാണെന്ന് വെച്ചാൽ അത് പ്രയോജനമാണല്ലോ ആളുകൾക്ക്. എന്താ വെച്ചാൽ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ അതിന് വലിയ ക്ഷാമമാണല്ലോ. വെള്ളങ്ങൾ കിട്ടും. കുടിവെള്ളം നല്ല വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ട്രിപ്പ് എടുത്താലേ നമ്മൾ കുറേ ആളെ വിടാൻ കഴിയുമല്ലോ. ഓരോ കുടം കൊടുത്താൽ മതി, അല്ലെങ്കിൽ 2 കുടം കൊടുത്താൽ മതിയല്ലോ. പിന്നെ ആവശ്യങ്ങളുണ്ട് വെച്ചാൽ കൂടുതൽ കൊടുക്കും. ആവശ്യം മനസ്സിലാണ്. അടുത്ത് കിണറില്ല, കൊണ്ടുവരാൻ വയ്യാത്ത ആൾക്കാരോ കാലവേദന അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അവരെ നമ്മൾ പരിഗണിക്കും. പിന്നെ നമ്മൾ കുറച്ചാണ്ട് വീട്ടിലേക്ക് എത്തിക്കും ചെയ്യും. അത് പിന്നെ അവിടുത്തെ മട്ടം പോലെയാണ്. വെള്ളത്തിന് ദിനംപ്രതി ആവശ്യക്കാർ വർദ്ധിച്ചു വരികയാണെന്നും ഇതിനുള്ള ജലം ലഭിക്കുന്നില്ലെന്നും സുലൈമാൻ പറഞ്ഞു.